ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നലത്തെ അതിശക്തമായ കാറ്റിലും മഴയിലും നമ്മളുടെ വീട്ടിലെ ഏതാനും വാഴകളും മരങ്ങളൊക്കെ ചെരിഞ്ഞുണ്ട്. സോ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മളുടെ ഇന്നത്തെ ഉദ്ദേശം. പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക്. സോ കാണുമ്പോൾ അറിയാം, ഫുള്ളി കണ്ടോ, വാഴയൊക്കെ കുലച്ച വാഴകളായിട്ട് എല്ലാം വേണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഇത് കൊലച്ചതാണ്. ഇതൊക്കെ കൊലച്ച് ഒരുവിധം എത്തിയ വാഴകളാണ് ഇത്. പക്ഷെ ഇത് നമുക്ക് റിന്യൂ ചെയ്യാം, കാരണം ഇത് വീണ്ടും കുഴിച്ചിടാം നമുക്ക് അതുപോലെ തന്നെ എടുത്തിട്ട്. പക്ഷെ പണി തന്നിരിക്കുന്നുണ്ട്. ഇതുപോലത്തെ വാഴ റോബസ്റ്റാണിത്. സോ റോബസ്റ്റ് വേണുണ്ട്. അതുപോലെ തന്നെ ഇതാ അടുത്ത കൊല. ഇതെല്ലാം കൊല ഉണ്ട്. കൊലച്ചന്നെ ഉള്ളു. കൊല ദേവികളൊന്നും കാത്തില്ല എന്നല്ലേ. കണ്ടോ, പിന്നെ ഇവിടെ ഒന്നും വീണിട്ടില്ല. ഇത് ഇവിടെ ചെറുതിനൊക്കെ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ മുളകും തോട്ടാണ്. മുളക് പക്ഷേ പക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അമ്മയെ നോക്കണം, ഞാൻ അത് നോക്കാറില്ല, ഞങ്ങൾക്കറിയാലോ. നമുക്ക് കുറച്ച് പണി, വർക്കും യൂട്യൂബിൻ്റെ പരിപാടി എല്ലാം ഉള്ളതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ ശ്രദ്ധ ചെലുത്താൻ പറ്റാറില്ല ഇപ്പോൾ. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ പറയുന്നത്, ഇന്ന് നമ്മുടെ പറമ്പിലെ പണി. ഓക്കെ, ഫുൾ പണിയുണ്ട്. വീണ പട്ടകളൊക്കെ വെട്ടിയിടണം. തേങ്ങയ്ക്ക് പിന്നെ ഓൾറെഡി പറക്കി കിട്ടും ഞാൻ അമ്മയ്ക്ക് കൂടിയിട്ട്. പിന്നെ അതൊക്കെയാണ് നമ്മളുടെ പരിപാടി പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ, പ്രശ്നമൊന്നുമില്ലോ. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മരം വീണിട്ട് പറഞ്ഞില്ലേ, മരം വീണിക്കുന്ന അമ്പലത്തിൻ്റെ ഈ സൈഡിലാണ് കേട്ടോ. സോ ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലം. ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്, ശ്രീ സുബ്രഹ്മണ്യ ഹനുമാൻ കോവിൽ ആറ്റൂർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, കുടുംബക്ഷേത്രനെയാണ്. സോ ഞാൻ പറഞ്ഞത് ഇതാ, ഇവിടെയാണ് നമ്മുടെ മരം വീണക്കുന്ന പൂമരം ഒടിഞ്ഞ് തൂങ്ങിയിട്ട് കണ്ടോ. ഓ ചെറിയതായിട്ടുള്ളൂ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമ്മളുടേത്. ഓക്കെ, സൗന്ദര്യത്തിന് ഒട്ടും മോശമല്ലാത്തൊരു സ്ഥലം. പ്രകൃതി കനിഞ്ഞൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇടയ്ക്കിടെ ഇങ്ങനെ ഒരു ഡാമേജ് വരും, അതാണ് പ്രശ്നം നമ്മളുടെ. പിന്നെ ഇപ്പോൾ പാടത്ത് പിന്നെ കൃഷിയൊന്നും ഇറക്കിയിട്ടില്ല ഇപ്പോൾ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അവിടേക്ക് നാശനഷ്ടമൊന്നും വന്നില്ല. അല്ല പിന്നെ ഈ നേരത്തൊക്കെ വാഴ വെക്കേണ്ടതാണല്ലോ, ഓണത്തിനുള്ളതൊക്കെ ഒരു പകുതി ആയി ഉണ്ടാവും. എന്തായാലും അപ്കമിങ് സീസണിൽ നമ്മളെന്തായാലും കുറച്ച് പ്ലാനിങ്ങൊക്കെ ഉണ്ട് കൃഷി ചെയ്യാനുള്ളതൊക്കെ. തണ്ണിമത്തനായിക്കോട്ടെ, അതുപോലെ തന്നെ വാഴ ചിലപ്പോൾ വെച്ചുള്ളൂ. നെല്ലെന്തായാലും വെക്കണം, നെല്ലെന്തായാലും വേണ്ടതാണല്ലോ. എന്തായാലും തണ്ണിമത്തൻ കൃഷി തുടങ്ങാൻ ചെറിയ പ്ലാനുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അറിഞ്ഞിട്ട് വേണമല്ലോ ഒതുക്കി കിടക്കാൻ. നോക്കണം. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ തരാണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നിനി പരിപാടി വെച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ പട്ടയൊക്കെ വെട്ടിയിടാണ്ട്. സോ ആ പരിപാടിക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളുടെ ഇപ്പോൾ വാഴ വീണയിൽ ആകെ ഒരു ലാഭം പറയണത് അത് ഇവർക്കാണ്. അപ്പോൾ ഇനി ഇവർക്ക് 2 ദിവസത്തേക്കുള്ള വാഴയുടെ അല്ലേ, 2 ദിവസമൊന്നുമില്ല, 2 മേടിച്ചുകൊണ്ട് തീർക്കും. സോ രണ്ടും തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. തെച്ചിക്കോട്ടുകാവും കർണനുമാണ് നിൽക്കണത്. ഹായ് പറയ്. ഉണ്ടായി പറഞ്ഞിട്ട് നീ ആയി പറയും. അനുസരണമുള്ള പിള്ളേരാണ്. ഇവിടെ അനുസരണ ഇല്ലാത്ത ഒരുത്തിയുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അനുസരണ ഇല്ലാത്തവള്. 17 വയസ്സായി, എന്നിട്ടൊരു ഉത്തരവാദിത്തം വന്നിട്ടില്ലേ പപ്പിക്ക്. എന്നാണിന്ന് ഉത്തരവാദിത്തം വരിക നിനക്ക്? ചിരിക്കണില്ല കേട്ടോ, ഒന്ന് എന്താവോ ഇഷ്ടപ്പെട്ടില്ല ഒന്നാണോ പറഞ്ഞത്. ഇതാ ക്യാമറയിൽ നോക്ക്, പോവാണോ? പോയി, മൂടില്ല പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ മടാളെടുത്ത് ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പട്ടകളും കാര്യങ്ങളൊക്കെ വീണെടുക്കേണ്ടതുണ്ടോ. സോ ഇതൊക്കെ വെട്ടണം. അതുപോലെ തന്നെ പറമ്പിൽ അവിടെയൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് വെട്ടലാണ് ഇന്നത്തെ പരിപാടി. വെട്ടണേൻ്റെ വീഡിയോയൊന്നും അധികം കാണിക്കുന്നില്ല, കാരണം അതെന്താ കാണിക്കാനുള്ളൂ. ഇപ്പോൾ ഇത് കൊണയടി കേട്ട് നിൽക്കുക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട്. മെയിൻ പരിപാടി വെച്ച് കഴിഞ്ഞാൽ തണ്ട് വെട്ടിയിട്ട് 2 കഷ്ണമാക്കുക. ഇത് പട്ട ഉണ്ടല്ലോ, അത് അവിടെ കൊണ്ട് ചാരണം, റോഡിൻ്റെ സൈഡിൽ. സോ ലെറ്റ്സ് ഗോ. പച്ചയാണ്.
പ്രൊഫഷണൽസ്. ഇത് 3 വെടിക്ക് തീരുന്നു തോന്നില്ല. അത് നോക്കാം. തീർന്നു. അയ്യോ വാഴ ഇവിടുത്തത് കഴിഞ്ഞു. ഇനി അടുത്ത സൈറ്റിലേക്ക് പോവാം. ഓക്കെ. ഇപ്പോൾ ശരീരം വഹിക്കണില്ല, ഒരു എനർജി ഇല്ല. കുറച്ച് പുഷപ്പ് അടിച്ച് സെറ്റ് ആവട്ടെ. മതി. സോപ്പ് സെറ്റ് ആയിട്ട് കേട്ടോ. ഇനി നമുക്ക് പണിയിലേക്ക് തിരിച്ചെടുക്കാം. ജിമ്മിലും ഉണ്ട്, ജിം വ്ളോഗൊക്കെ വരും. സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ പട്ടൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടാണ് ചാരണ്ട് കേട്ടോ. സോ ചാരാം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. സോ മൊത്തം കാണിക്കുന്നില്ല, നല്ല ഡീല് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഗ്രൗണ്ട്. അവിടെ നിന്ന് ബാറ്റ് ചെയ്യും, ഇവിടെ നിന്ന് ബോൾ ചെയ്യും, പിന്നെ ഇവിടെ ഒരു സാധനം, അതാണ് 6 ലൈൻ. അത് ഞാൻ ഒരു 10 വർഷം മുമ്പൊക്കെ. ഇപ്പം ഞാൻ കളിക്കാനും ആളില്ല, ആരുമില്ല. ഞാൻ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ പോയിട്ട് അവിടെയാണ് ഇപ്പോൾ കളിക്കുന്നത് ക്രിക്കറ്റൊക്കെ. ഇവിടെ തന്നെ സ്ഥലമില്ല. ഒന്നാമത്തെ കാര്യം, ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു അവർ പഞ്ചായത്ത് ഗ്രൗണ്ട് വെച്ചിരിക്കണ ആ ഇരുന്നരം കൂടും. നമുക്ക് കളിക്കാൻ സ്ഥലമില്ലടേ. ഓരോ വാർഡിലും ഓരോ ഗ്രൗണ്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, എന്തായാലും പട്ട കുറച്ചുകൂടി വെട്ടാണ്ട്. വർക്ക് ഓൾമോസ്റ്റ് ഡൺ. കുറേ ചെയ്തു, കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, സോറി ഫോർ ദാറ്റ്. അപ്പോൾ നോക്കി നോക്കാം. ഗൈസ്, പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അത് ഭയങ്കര ഒരു കാറ്റായി പോയി കേട്ടോ. വല്ലാത്തൊരു അടിയായി പോയി. കിടക്കണ കണ്ടാ റോബസ്റ്റ്, അതാണ് വിഷമം. പിന്നെ അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അധികം മഴ ഉണ്ട് പിന്നെ പറയണ്ടല്ലോ, കുട്ടീനെ തൂങ്ങിയിരുന്നു ഇപ്പോൾ. ഇതൊക്കെയാണ് നമ്മളുടെ ഗ്യാരേജിലത്തെ വണ്ടി കേട്ടോ. സോ ടോട്ടൽ 3 പീസ് ഒരു ലംബോർഗിനി അവിടെ ഇറക്കുന്നുണ്ട്. സെറ്റാണ്. വണ്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയുള്ളതാണ് എൻ്റെ സ്പ്ലെൻഡർ. ഓക്കെ, ഒരു വണ്ടി ബാക്കിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു വിചാരിക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ സ്കൂട്ടി. അതിന് ഒന്ന് പണിതിട്ട് പാപ്പൻ്റെ ഫോണ് കൊടുക്കാണ്ട്. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. ചെക്കന്മാരിപ്പോഴും തിരിച്ചു നിർത്തിയിട്ടില്ല. ലുക്ക് അറ്റ് ദീസ്, അവർ തെച്ചിക്കൂട്ടാൻ കർണൻ. തലയെടുപ്പ് കാണട്ടെ, തിന്നട്ടെ നായെന്ന് അവർ പറയുന്നുണ്ട് അടുത്ത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇനി അടുത്ത പരിപാടി ഇടയ്ക്ക് കിടക്കാം. ഓക്കെ.